ശ്രീ എസ് ഡെന്നി, ഭീകരവാദ കേസിൽ US-ൽ നിന്ന് ഇതുപോലൊരു എക്സ്ട്രാഡിഷൻ സാധ്യമാക്കുക എന്ന് പറയുന്നത് അത്ര ലളിതമായ കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. 16 വർഷങ്ങൾക്ക് ശേഷം ഇത് സാധ്യമാക്കണമെങ്കിൽ ശക്തമായ നേതൃത്വമുള്ള ഒരു ഭാരത സർക്കാരും ഒപ്പം അതിനുവേണ്ടി ഇച്ഛാശക്തിയുണ്ട് എന്നുള്ളത് തെളിയിക്കുക തന്നെയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നയതന്ത്ര വിജയമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അത്രമാത്രം ശക്തമായ ഒരു ഇച്ഛാശക്തിയും നേതൃപാഠവുമുള്ള ഒരു സർക്കാരിനല്ലേ ഇത് സാധ്യമാക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഭീകരവാദത്തെ തുടച്ചു നീക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും അതിനായി നിരന്തരം പോരാടുകയും ചെയ്യുന്ന ഒരു സർക്കാരിനല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും മാഡം നോക്കൂ, ഇതിനകത്ത് ഓൾറെഡി ഡോക്ടർ മോഹൻ വർഗീസ് ആയാലും ശ്രീ രാജ്മോഹൻ ആയാലും അവർ ഇതിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വിഷയത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചു. ഈ ഒരു ടെററിസ്റ്റ്, അതായത് താവൂർ റാണ തിരിച്ച് നമ്മളെ വരുമ്പോൾ അദ്ദേഹം വെറും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് അല്ല. കാരണം പാകിസ്ഥാൻ സൈന്യത്തിൽ ഒരു ക്യാപ്റ്റൻ ആയിരുന്ന ഒരു വ്യക്തിയാണ്. പാകിസ്ഥാൻ സൈന്യത്തിൽ ധാരാളം കോൺടാക്ട്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു രീതിയാണ് അന്നത്തെ കാലത്തും. അത് കഴിഞ്ഞിട്ടും യുഎസിലെ പോലെ ഏജൻസീസ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് കണ്ട ഒരു കേസാണ്. അതായത് വെറും ഒരു നിസാര ടെററിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് മാത്രമല്ല, അതായത് ഒരു സ്റ്റേറ്റിന്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്ന സൈന്യത്തിന് എങ്ങനെയാണ് ടെററായിട്ട് ഡയറക്റ്റ് ലിങ്ക്സ് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് താവൂർ റാണ എന്നുള്ള വ്യക്തി. കാരണം അദ്ദേഹം പഠിച്ചതും മിലിറ്ററി അക്കാഡമിയിലാണ്, അദ്ദേഹം സേവനം ചെയ്തത് മെഡിക്കൽ കോർ പാകിസ്ഥാൻ ആർമിയിലാണ്. അപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനത്തെ ലെവലിലാണ് അവിടുത്തെ ഏജൻസീസ് പോലും അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ തെളിവുകളും ചെയ്തത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ US-ൽ പോയെങ്കിലും സുപ്രീം കോടതി പോലും അദ്ദേഹത്തിന് എക്സ്ട്രഡിഷൻ ചെയ്യാൻ വേണ്ടി തടയാതിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള US പ്രസിഡന്റ് ആണ്. അതായത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ് അദ്ദേഹത്തിനെ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനമായിട്ട് ഡൊണാൾഡ് ട്രംപ് പറയാണ് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഇതുവരെ ഭാരതത്തിൽ കണ്ടിട്ടുള്ളതാണ്. എന്റെ ഓർമ്മയിൽ ഇതുപോലത്തെ ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു എക്സ്ട്രഡിഷൻ, ഒരു ടെററിസ്റ്റിനെ ഭാരതത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സംഭവം അറിയില്ല. വേറെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അത് പറയാം. കാരണം അത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് ആണ് വരുന്നത്. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. സുപ്രീം കോടതി യെസ് എന്ന് പറഞ്ഞിട്ട് പോലും പ്രസിഡന്റ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല. പക്ഷെ പ്രസിഡന്റ് യെസ് എന്ന് പറഞ്ഞതിന്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹവുമായിട്ടുള്ള റിലേഷനും ഭാരതം ഇന്ന് എത്രമാത്രം ശക്തമായിട്ടൊരു നിലയിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഏജൻസീസ് എല്ലാം ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഏത് ഗവൺമെന്റ് വന്നാലും ഏത് പാർട്ടി വന്നാലും അതൊന്നും ഒരു മാറ്റമല്ല. ഇപ്പൊ NIA ആയാലും ശരി, ഭാരതത്തിലെ സൈന്യമായാലും ശരി, അവരെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ആണ്. പക്ഷെ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറഞ്ഞൊരു കാര്യം അത് മാറി മാറി വരുന്ന ഒരു കാര്യമാണ്. അത് അപ്പോഴ് നയിക്കുന്ന നേതാവിന്റെ കഴിവും അദ്ദേഹത്തിന്റെ ഇന്റൻഷനും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അനുസരിച്ചായിരിക്കും ആ രാഷ്ട്രീയ ഇച്ഛാശക്തി വരുന്നത്. അപ്പൊ ഇവിടാണ് 2008 നമ്മുടെ ഭാരത ഭൂമിയിൽ ഇതുപോലെ ഒരു ടെറർ 166 ആളുകളെ ഇവിടെ ഇല്ലാതാക്കിയ ആ ഒരു മനുഷ്യനെ തിരിച്ചിവിടെ കൊണ്ടുവരണം, ആ ഒരു ഭീകരവാദിയെ തിരിച്ചിവിടെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഉറച്ച ഇച്ഛാശക്തി ഉണ്ടായിട്ടാണ് അത് US-നെ പോലുള്ള ഒരു വലിയ ശക്തിശാലിയായ രാജ്യത്ത് ചെന്ന് അവിടുത്തെ പ്രസിഡന്റുമായിട്ട് സംസാരിക്കാനും ആ പ്രസിഡന്റ് അതിനെ എഗ്രി ചെയ്യാനും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഉറച്ച രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രൈം മിനിസ്റ്റർ മോദിജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് പറയേണ്ടി വരും. അതിനകത്ത് യാതൊരു സംശയമില്ല. അത് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ശ്രീ രാജ്മോഹൻ പറഞ്ഞ പോലെ ഇത് ഞാൻ നേരത്തെ വെറും ഒരു ടെററിസ്റ്റ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിന്ന് ധാരാളം കാര്യം ഇനിയും കിട്ടാനുണ്ട്. കാരണം ഇത് എത്രമാത്രം സ്ലീപ്പർ സെൽസ് ഉണ്ട്, എത്രമാത്രം ബാക്കിയുള്ള ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. നോക്കൂ, ഇവരുടെ പ്ലാനിങ് എത്രമാത്രം ഡീറ്റെയിൽഡ് ആയിരുന്നു. ഒരു 10 പേര് പാകിസ്ഥാനിൽ നുഴഞ്ഞു കയറി വന്നത് മാത്രമല്ല, അവരുടെ ഐഡന്റിറ്റി വരെ മാറ്റി ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്തിട്ടായിരുന്നു വന്നത്. അപ്പൊ അത്രമാത്രം പ്ലാനിങ് ചെയ്തിട്ടുള്ള ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടോ? ഇതെല്ലാം കാണാനും ഇതെല്ലാം അതിനൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും. അത് മാത്രമല്ല, ഇതിന്റെ വേറൊരു വശം എന്ന് വെച്ചാൽ നേരത്തെ ശ്രീ രാജ്മോഹൻ സൂചിപ്പിച്ചു, നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭാരതത്തിനെ എങ്ങനെ തകർക്കാം എന്നുള്ള ഒരു വലിയ രീതിയിൽ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവരെ സംബന്ധിച്ചോളം അവർ ഒരിക്കലും ഓർക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഈ 2008 മുംബൈ അറ്റാക്സ്. കാരണം അവർക്ക് അത്രമാത്രം നാണക്കേട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ലോകം മൊത്തം പാകിസ്ഥാനിൽ നിന്നാണ് ഈ ടെറർ വരുന്നത് എന്നുള്ളത് വളരെ എല്ലാവരും കണ്ടുകൊണ്ട് നിന്ന ഒരു കാര്യമാണ്. കാരണം മുംബൈയിൽ
ഇന്ത്യൻസ് മാത്രമല്ല അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് പോലും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പൊ വീണ്ടും ഈ താവൂർ റാണ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ കംപ്ലീറ്റ് ഫോക്കസ് പാകിസ്ഥാനിലേക്ക് വരികയാണ്. ആ രാജ്യം ഇപ്പം അവരുടെ നിലനിൽപ്പ് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ബലൂചിസ്ഥാന്റെ പ്രശ്നമുണ്ട്, അഫ്ഗാനിസ്ഥാനായിട്ടുള്ള പ്രശ്നമുണ്ട്, താലിബാൻ പാകിസ്ഥാൻ താലിബാനായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഈ താവൂർ റാണ വരുമ്പം ഇതും വീണ്ടും പാകിസ്ഥാൻ ഒരു ഭീകരവാദി രാഷ്ട്രമാണ്, പാകിസ്ഥാനിൽ നിന്നാണ് ഭീകരവാദം വരുന്നത് എന്നുള്ള ഒരു നരേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു സത്യം അത് പുറത്തു വരുമ്പോൾ വീണ്ടും പാകിസ്ഥാന് അവരുടെ എക്കോണമി അത് വീണ്ടും ബാക്കിലോട്ട് പോകാനാണ് സാധ്യത. കാരണം ഏതൊരു രാജ്യവും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ രാജ്യത്ത് കുറച്ചെങ്കിലും സമാധാനമൊക്കെ വേണം. പക്ഷെ ആ രീതിയിലുള്ള ഒരു അവസരം അല്ല വരുന്നത് എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള വീണ്ടും ഒരു വിഷയമാണ്. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ധാരാളം ആളുകൾ ഇന്നും ഇന്ത്യയിൽ മുംബൈ അറ്റാക്സിന്റെ വിക്ടിംസ് ആയിട്ടുള്ള സർവൈവ് ചെയ്ത ആളുകളുണ്ട്. ചിലപ്പോൾ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ടാവാം. അവരെ സംബന്ധിച്ചോളം ഒരു പാർഷ്യൽ ക്ലോഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. കാരണം അവര് ഈ 10 ഭീകരവാദികൾ അല്ലെങ്കിൽ 9 എണ്ണത്തിന് അവിടെ വെച്ച് തന്നെ വധിച്ചു. ഒരു അജ്മൽ കസബിനെ ഭാരതത്തിന്റെ ജുഡീഷ്യറിയുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടി. പക്ഷെ അതല്ലാതെ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആളെ വരെ ഇന്ന് ഭാരതത്തിന്റെ സർക്കാർ അവരെ അമേരിക്ക പോലുള്ള രാജ്യത്ത് തിരിച്ച് ഇവിടെ കൊണ്ടുവരുന്നു എന്ന് കാണിക്കുമ്പോൾ ആ വിക്ടിംസിന്റെ ഫാമിലിയെ സംബന്ധിച്ചുള്ള ഒരു പാർഷ്യൽ ക്ലോഷർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ഒരു നീതി കിട്ടി എന്നുള്ള ഒരു തോന്നൽ കൂടി അവരുടെ ഭാഗത്തും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഇതുവരെ നടന്ന് കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്ട്രഡീഷൻ ആണ്. ഇത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റിനെ ഭാരതം അമേരിക്ക പോലുള്ള രാജ്യത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് എന്ന പോലുള്ള ഒരു പ്രസിഡന്റിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സർക്കാരിന്റെ നരേന്ദ്രമോദിയുടെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ എക്യുപ്മെന്റ് മാത്രമല്ല ഇച്ഛാശക്തിയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫോർസൈറ്റിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു തന്നെ പോകണം. അതെ, തീർച്ചയായും ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം എന്ന് ആവർത്തിക്കുക തന്നെ വേണം.